എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, ദുന്യാവിലുള്ള പരീക്ഷണങ്ങളും ദുന്യാവിലുള്ള സുഖാനുഭൂതികളും അതിലല്ല നമ്മളെ കണ്ണ് നട്ടിരിക്കേണ്ടത്, അതിലല്ല നമ്മുടെ മനസ്സ് തിരിയേണ്ടത്. അതൊരു ചെറിയ കാലമാണ്. ഇവിടെ എന്ത് വന്നാലെന്താ, എന്ത് പോയാലെന്താ, അത് ചെറിയ കാലമാണ്. അതേ അവസരത്തിൽ തീരാത്ത കാലം, അവസാനിക്കാത്ത ലോകം, അവിടെ നമുക്ക് സ്വർഗത്തിലെത്താൻ കഴിയണം. അതുകൊണ്ടാണ് സൂറത്തുൽ ഫജ്റിൽ അല്ലാഹു തആല, എല്ലാവരും എഴുന്നേറ്റ് നമുക്ക് ദുആ ചെയ്ത് പിരിയണം. അല്ലാഹു തആല ഇത് പറഞ്ഞ ഉടനെ പറയുന്നത് എന്താണ്? ഫസബ്ബ അലൈഹിം റബ്ബുക സൗത അദാബ്. അതേ ആദ് കൂട്ടർക്കും സമൂദ് വിഭാഗത്തിനും ഈ ഫിർഔൻ വിഭാഗത്തിനുമൊക്കെ നമ്മളതാ അദാബിന്റെ ചമ്മട്ടികൾ നന്നായങ്ങ് ചൊരിഞ്ഞു കൊടുത്തു. അത് വാസ്തവത്തിൽ വലിയ ശിക്ഷ അനുഭവിക്കുന്നവന് മുന്നിൽ കിട്ടുന്ന ചാട്ടവാറിന്റെ അടി പോലെ മാത്രമാണ്. വലിയ ശിക്ഷ ശേഷം വരാനുണ്ട്. ആ വലിയ ശിക്ഷയുടെ മുന്നിലുള്ള ഡോസ് മാത്രമാണ് ഇവിടെ കൊടുത്തത്. അതുകൊണ്ടാണ് ആ വാചകം അല്ലാഹ് പറഞ്ഞത്, ഇന്ന റബ്ബക ലബിൽ മിർസാദ്. നിങ്ങളുടെ റബ്ബ്, ആ റബ്ബ് ശരിക്ക് പതിയിരിക്കുന്ന ആളുകൾ പതിയിരിക്കുന്നതിനേക്കാൾ എത്രയോ നന്നായി രഹസ്യവും പരസ്യവും അറിയുന്ന നിലയ്ക്ക് അല്ലാഹു ഉണ്ട് കേട്ടോ. ഈ ബോധം നന്നായി വേണം. നാട്ടിൽ നിന്ന് ഒരുപാട് ദുആ നടത്തി, പലരോടും ദുആ ചെയ്യാൻ പറഞ്ഞു. അവസാനം ഗൾഫിലെത്തി. ഗൾഫിലെത്തിയാൽ അതേ പല സ്ഥലത്ത് നിന്നും ഡാൻസ് കളിച്ചിട്ട് ആ ഡാൻസ് കളിച്ചത് സോഷ്യൽ മീഡിയയിലിട്ട്, ഇതാ ഞങ്ങളിങ്ങനെ ഡാൻസ് കളിച്ചാൽ ആരാ ചോദ്യം ചെയ്യാൻ എന്ന് ഹുങ്കോടുകൂടി കളിയിൽ ലയിച്ചു പോകുന്ന ചില പെൺകുട്ടികളില്ലേ, ഞങ്ങളങ്ങനെ കളിക്കും ആരാണ് ചോദിക്കാനെന്ന് പറയുന്നവരില്ലേ, അതിങ്ങനെ ജനങ്ങൾക്ക് കാണാൻ വേണ്ടി ഇട്ടുകൊടുക്കുന്നവരില്ലേ. ധിക്കാരം മൂത്ത് 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 വല്ലാത്ത ധിക്കാരം തന്നെ. പക്ഷേ അറിയില്ലേ, കോടീശ്വരനാണ്. പക്ഷേ ദുബായിലുള്ള ബിൽഡിങ്ങിന്റെ മേലെ അങ്ങ് കുടുങ്ങി, ഇറങ്ങിപ്പോകാൻ പറ്റുന്നില്ല, ആർക്കും അങ്ങോട്ട് കയറാനും പറ്റുന്നില്ല, ഭക്ഷണം കിട്ടുന്നില്ല. കോടീശ്വരനാണ്, പക്ഷേ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാൻ വേണ്ടി എവിടുന്ന് ആരുണ്ടത് കൊണ്ടെത്തരാൻ എന്ന് ചിന്തിക്കുന്നൊരു സന്ദർഭം ഒരു 2 കൊല്ലം കൊണ്ട് നമ്മളെ ലോകത്ത് തന്നെ നമ്മൾ കണ്ടില്ലേ. ഒരു ചെറിയ ഡോസാണ് കേട്ടോ. നിന്റെ പണത്തിന്റെ കൊഴുപ്പിൽ നീ ധിക്കരിക്കണ്ട, നീ തോന്നിവാസം കാണിക്കണ്ട. സ്വന്തം ഭർത്താവ് പെട്ടെന്ന് പിരിയുന്നു, അതേ ആ ഭർത്താവിനെ പോയി കാണാൻ കഴിയുന്നില്ല. ആ ഭർത്താവിന്റെ സമീപത്തെത്തി കഫൻ ചെയ്യുന്ന സമീപത്ത് നിൽക്കാൻ പറ്റുന്നില്ല, അതേ മരിച്ചവരുടെ സമീപത്ത് പോകാൻ കഴിയുന്നില്ല. സുബ്ഹാനല്ലാഹ്, മയ്യിത്ത് കട്ടിലും എടുത്ത് കുളിപ്പിച്ച് അതേ ശരിക്ക് കഫൻ ചെയ്ത് മറമാടാൻ കഴിയുന്നില്ല. JCB പോയി മൈതാനിയിൽ കുഴിയൊഴിക്കുകയാണ്. എന്നിട്ടോ അതാ പലരും പേടിച്ച് വിറച്ച് കുറച്ചാളുകൾ പോവുകയാണ്. ഒരു മരിച്ച വീട്ടിൽ പോലും ശരിക്ക് പോകാൻ കഴിയാത്തൊരു ചുറ്റുപാട് തന്ന് അല്ലാഹു തആല ശിക്ഷിച്ചപ്പോ നിന്റെ പണത്തിന് ഇവിടെ എന്ത് ചെയ്യാൻ കഴിഞ്ഞു? നിന്റെ അധികാരത്തിന് ഇവിടെ എന്ത് ചെയ്യാൻ കഴിഞ്ഞു? ഉസ്താദേ, ഒന്ന് നാട്ടിലെത്തി കിട്ടിയാൽ മതിയായിരുന്നു. പ്ലെയിൻ ടിക്കറ്റ് ഒന്ന് ശരിയാക്കി കൊടുക്കാൻ വല്ല വകുപ്പുമുണ്ടോ? കരഞ്ഞ് പലരും വിളിക്കുന്ന സ്വഭാവമുണ്ടായില്ലേ? നേതാക്കളെ വിളിക്കാൻ തുടങ്ങിയില്ലേ? സുബ്ഹാനല്ലാഹ്, പല സ്ഥലത്തും ICF-ന്റെ പ്രവർത്തകന്മാർ, ചില സ്ഥലങ്ങളിൽ അതുപോലെ തന്നെ അതാ മറ്റ് ചില സംഘടനകളുടെ പ്രവർത്തകന്മാർ, അവരൊക്കെ അവരെ കൊണ്ട് കഴിയുന്ന സേവനങ്ങൾ ചെയ്തിട്ട് അതനുഭവിച്ച് നാട്ടിൽ വരേണ്ടി വന്നില്ലേ? ഞാൻ പറഞ്ഞു വരുന്നത്
നമുക്ക് അല്ലാഹു തആല ഒരു ശിക്ഷ ഇറക്കിയാൽ തടുക്കാനുള്ള കഴിവ് നമുക്കില്ല എന്ന ബോധം. അതാ എവിടെയെങ്കിലും ചെന്നിട്ട് നല്ല യുവതികൾ ഡാൻസ് കളിച്ച് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുമ്പോ, തോന്നിവാസത്തിന് മുതിരുമ്പോ, അത് ഏത് ഭാര്യ ചെയ്താലും ഒന്നും വിരോധമില്ലെന്ന് തോന്നുന്ന ഭർത്താക്കന്മാര് ജീവിക്കുമ്പോ, സ്വന്തം പെങ്ങന്മാരെ ആ വിധത്തിലാക്കി മാറ്റുന്ന ഭർത്താക്കന്മാര് എന്ത് ചെയ്താലും അത് പ്രശ്നമില്ലെന്ന് തോന്നുന്ന ആങ്ങളമാരുണ്ടാകുമ്പോ, അതുപോലെ നാട്ടിൽ എന്ത് ഫിത്നയും ഫസാദും നടന്നാലും ഒരു വിഷയവുമില്ലെന്ന് തോന്നിക്കുന്ന ഉമറാക്കൾ ഉണ്ടാകുമ്പോ, എന്ത് തന്നെ തെറ്റുകൾ വന്നാലും ആലിമീങ്ങൾ മിണ്ടാതെ അതങ്ങ് പറഞ്ഞാൽ എന്റെ പൈസ കുറഞ്ഞു പോകുമോ, എന്നെ ബഹുമാനിക്കാന്നതില്ലാതെയാകുമോ, എനിക്ക് ആദരവ് കിട്ടാതെയാകുമോ എന്ന നിലക്ക് ആലിമീങ്ങളും മിണ്ടാതിരിക്കുന്ന കാലമായാൽ, ഇദാ കാന ഉമറാഉക്കും ശിറാറക്കും വഅഗ്നിയാഉക്കും ബുഖലാഅക്കും വഉമൂറുക്കും മിലാ നിസായിക്കും ഫബത്നുൽ അർളി ഖൈറും മിൻ ളഹ്രിഹാ. നേതാക്കൾ മോശമാകുമ്പോൾ, അതേ നേതാക്കൾ മോശമാകുമ്പോൾ, ഇദാ കാന ഉമറാഉക്കും ശിറാറക്കും വഅഗ്നിയാഉക്കും ബുഖലാഅക്കും, സാമ്പത്തിക ശേഷിയുള്ളവർ കൊടുക്കാതെ എന്ത് പറഞ്ഞാലും കൊടുക്കാത്ത ബഖീലന്മാരാകുമ്പോ, സ്ത്രീകൾ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന കാലമാകുമ്പോ ഭൂമിയുടെ അടിയിൽ പോയി കിടക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞില്ലേ? അതേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു തആല അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മൾ നല്ല ബോധമുള്ളവരാകണം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളടുക്കൽ ഒരാൾ വന്ന്, ഒരു അറാബി വന്നിട്ടങ്ങ് ചൊല്ലി ഒരു പദ്യം ഞാൻ നേരത്തെ ചൊല്ലിയിരുന്നു. അതാണ് യാ ഉമറൽ ഖൈരി ജുസീതൽ ജന്ന. ഖൈറിന്റെ ഉമറേ, നിങ്ങൾക്ക് അല്ലാഹ് സ്വർഗ്ഗം തരട്ടെ. സൂബനാതി വക്സു ഉമ്മഹുന്ന, എന്റെ പെൺകുട്ടികൾക്ക് ഡ്രസ്സ് തരണം, അവരെ ഉമ്മാക്കും ഡ്രസ്സ് തരണം. വകുല്ലനാ മിനസ്സമാനി ജുന്നാ, കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് പരിചയായി നിങ്ങൾ പ്രവർത്തിക്കണം, നിങ്ങൾ മുഖേന ഞങ്ങൾക്ക് ഫലം കിട്ടണം. വർദുദ് അലൈനാ ഇന്ന ഇന്ന ഇന്ന, ഞങ്ങൾക്ക് ഈ പറഞ്ഞതനുസരിച്ച് ആവശ്യമുള്ളത് തന്നേ പറ്റൂ. ഉഖ്സീമു ബില്ലാഹി ലതഫഅലന്നാ, അല്ലാഹുവിനെ മുൻനിർത്തി സത്യം ചെയ്ത് ഞാൻ പറയുന്നു, നിങ്ങൾ ഈ തരലി തന്നേ പറ്റൂ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ചോദിച്ചു, ഫൈലം മഫഅൽ യകൂനു മാദാ, ഞാൻ അങ്ങനെ തന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഉടനെ തന്നെ അദ്ദേഹം പാടി, ഇദൻ അബാഹ ഫസില്ല അദ്ഹബന്നാ. എന്നാ അബൂ ഹഫ്സ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ, നിങ്ങളോട് ഞാൻ സംഭാവന ചോദിച്ചിട്ട് തരുന്നില്ലെങ്കിൽ ഞാനങ്ങ് പോകും, വേറെ ഒന്നും സംഭവിക്കൂല. കൊടുത്തയച്ച കവറിൽ നല്ല സംഖ്യ നിങ്ങൾ കൊണ്ടുവന്നില്ലെങ്കിൽ ഞാനൊന്നും ചെയ്യൂല, ഞാൻ വയതും കഴിഞ്ഞങ്ങ് പോകും, വേറെ ഞാൻ എന്ത് ചെയ്യാനാ? ഉമർ ഇബ്നുൽ ഖത്താബിനോട് അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാ, ഞാനങ്ങ് പോകും. അപ്പോൾ മഹാനവറുകൾ ചോദിച്ചു, ഫഇൻ ദഹബത യകൂനു മാദാ, നിങ്ങൾ അങ്ങനെ പോയാൽ ഇവിടെ എന്താ സംഭവിക്കുക? തകൂനു അൻ ഹാലതി ലതുസ്അലുന്നാ, അങ്ങനെ വരുമ്പോ അല്ലാഹുവിന്റെ അടുക്കൽ എന്റെ അവസ്ഥയെ സംബന്ധിച്ച് നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടും. ഞാനങ്ങ് പോകല് മാത്രമല്ല, നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടും. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് നിങ്ങൾ ചോദിച്ചു, മതാ, എപ്പോഴാ മോനെ ചോദ്യം ചെയ്യാ? യൗമാ തകൂനുൽ ഇഹ്തിയാതു ഹന്നാ വമൗഖിഫുസ് സുഅലി ഇൻദഹുന്നാ ഇമ്മാ ഇലാ നാരിൻ വഇമ്മാ ജന്നാ. അത് അല്ലാഹുവിന്റെ അടുക്കൽ കൊടുത്തതിനൊക്കെ ഫലം കിട്ടുന്ന ദിവസമാണ്, ചോദ്യത്തിന് വേണ്ടി നിർത്തപ്പെടുന്ന ദിവസമാണ്. അവിടെ ഇമ്മാ ഇലാ നാരിൻ വഇമ്മാ ജന്നാ, ഒന്നുകിൽ പോക്ക് നരകത്തിലേക്കാണ്, അല്ലെങ്കിൽ സ്വർഗത്തിലേക്കാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പൊട്ടി പൊട്ടി അങ്ങ് കരഞ്ഞു, താടിയിലൂടെ വെള്ളമൊലിക്കുന്നു.
എന്നിട്ട് പറഞ്ഞു, ഭൃത്യനെ വിളിച്ചിട്ട്, യാ ഗുലാം അത്ഹി ഖമീസി ഹാദാ, എന്റെ ഈ കുപ്പായം അദ്ദേഹത്തിന് കൊടുക്കൂ, ലിമൗഖിഫി ഹാദൽ യൗം, ആ ഒരു ദിവസം പോയി നിൽക്കുമ്പോൾ രക്ഷപ്പെടാനാണ്. ലാലി ശൈരിഹി, അദ്ദേഹത്തിന്റെ ഭംഗിയുള്ള പാട്ടിന് വേണ്ടിയല്ല. അമാ വല്ലാഹി ഫഇന്നീ ലാ അംലികു ഗൈറഹു, അല്ലാഹുവിനെ തന്നെ സത്യം, എന്റെ ഈ കുപ്പായമല്ലാതെ എനിക്ക് വേറെ ഒന്നും ഇടാനില്ല. സുഹൃത്തുക്കളെ, അള്ളാഹുവിനെ ഭയപ്പെട്ടവരുടെ സ്വഭാവം അങ്ങനെയാണ്. ആഖിറം ചിന്തിക്കുന്നവരുടെ സ്വഭാവം അങ്ങനെയാണ്. അല്ലാഹു ജല്ല ജലാലുഹു അവന്റെ പരിശുദ്ധ ഖുർആൻ കൊണ്ട് ഈമാൻ വർദ്ധിക്കുന്ന, ആഖിറത്തെ സംബന്ധിച്ചുള്ള ചിന്ത വർദ്ധിക്കുന്ന മുഅ്മിനീങ്ങൾ മുത്തഖീകളിൽ നമ്മെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തി തരട്ടെ.